ഹലോ ഗൈസ്, ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നു ഫോട്ടോഷോപ്പിൽ ഡ്രസ്സ് ഒരു ടീഷർട്ടിൽ എങ്ങനെ ലോഗോ എങ്ങനെ പ്ലേസ് ചെയ്യാൻ നോക്കാനാണ്. അതിന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇതിൽ ഒരു ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യണം. ഞാനൊരു വൈറ്റ് ടീഷർട്ടുള്ള ഒരാളുടെ ഫോട്ടോ ആണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമുക്കൊരു ലോഗോ കൊണ്ടുവരണം. അതിന് നമ്മൾ ഫയൽ പ്ലേസ് എംബഡഡ് എന്ന് കൊടുക്കണം. അതിൽ നമുക്കൊരു ലോഗോ, അതായത് ഞാൻ ഇവിടെ തന്നെ ഒരു ലോഗോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അതിനിപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് കുറച്ചതിന് ശേഷം അതിൻ്റെ എവിടെയാണ് പറഞ്ഞാൽ അതൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെസ്റ്റിൻ്റെ അവിടെയാണ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ലോഗോനെ തൽക്കാലം ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോനെ ഒന്ന് Ctrl+J അമർത്തിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഫിൽട്ടർ ഗുഷൻ ബ്ലറിൽ പോയിട്ട് അതിന് 2.5 റേഡിയസിൽ ഒന്ന് കൊടുത്തിട്ട് ഡയറക്റ്റ് ഓക്കെ കൊടുക്കാം. എന്നിട്ട് ഈ ബ്ലർ ചെയ്ത സാധനത്തിനെ ഒന്ന് നമുക്ക് സേവ് ആസ് ചെയ്യാം. നമുക്കൊരു പേര് കൊടുത്തിട്ട് സേവ് ആസ് ചെയ്യാം. തൽക്കാലം ഞാനിപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നോക്കിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ പറഞ്ഞിട്ട് സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ഓക്കെ കൊടുക്കാം. എന്നിട്ട് ഫോട്ടോഷോപ്പിൽ നിന്ന് ഇതിനങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് വിടാം. എന്നിട്ട് ലോഗോ ഒന്ന് ഓക്കെ അമർത്തിയിട്ട് ബ്ലെൻഡ് മോഡിൽ നമുക്ക് മൾട്ടിപ്ലൈയിൽ ഒന്ന് കൊടുക്കാം. മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ലീനിയർ ബേൺ അല്ലെങ്കിൽ പലതിലും കൊടുക്കാം. നമുക്ക് ആ വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതിനൊന്ന് കറക്റ്റ് ഇപ്പോൾ സ്റ്റിക്കർ പോലെ അതിന് ഫീൽ ചെയ്യുന്നത്. അതിനെ നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് ആ ഡ്രസ്സിൻ്റെ ഇതിലേക്ക് തന്നെ ആക്കണം. അപ്പോൾ അതിന് നമുക്ക് പിന്നെയും ഫിൽറ്ററിൽ പോയിട്ട് ഡിസ്ട്രോട്ടിൽ ഡിസ്പ്ലേസ് അതിൽ കൊടുത്തിട്ട് ഇതിന് നമുക്ക് ഹൊറിസോണ്ടൽ സ്കെയിലിൽ 9 കൊടുക്കാം, വെർട്ടിക്കൽ സ്കെയിലിൽ 9 കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഡ്യൂപ്ലിക്കേറ്റ് ഫയലിൽ സേവ് ചെയ്തതിന് നമുക്ക് ഓപ്പൺ കൊടുക്കാം. കറക്റ്റ് ആ ഇതിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് അതിന് ലോഗോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡ് ഓപ്ഷൻ എടുത്തിട്ട് അണ്ടർലൈങ് ലെയറിൽ ആൾട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് കുറച്ച് കൊടുക്കാം. നോക്കിയാൽ അറിയും. ആൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് കുറച്ച് കൊടുക്കുക. അതിൽ ബ്ലെൻഡ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ഓക്കെ കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ആ വൈറ്റിൽ അങ്ങനെ ബ്ലെൻഡ് ആയിട്ട് ആ ടീഷർട്ടിൽ പ്രിന്റ് ചെയ്ത പോലെ കിടക്കും. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായവും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഗൈസ്.